എനിക്ക് ഒരു ബോഡി ഇപ്പൊ കൊണ്ടുവന്നാൽ പോലും എനിക്ക് എടുത്തിട്ട് റോഡിലേക്ക് കിടത്താനായിട്ട് എനിക്ക് അറപ്പോ വെറുപ്പോ ഒന്നുമില്ല. അതിപ്പോ 2 ദിവസത്തെ ബോഡി ആയാലും 3 ദിവസത്തെ ബോഡി ആയാലും ഞാനെടുത്ത് ആരും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ അതിൽ എടുത്ത് കിടത്താൻ ഞാൻ തയ്യാറുമാണ്. ഞാൻ 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ക്രിമിറ്റോറിയത്തിൽ ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് വരുന്നത്. എന്റെ പ്രാരാബ്ദം കൊണ്ട് ഞങ്ങൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരിച്ചവരെ സംസ്കരിക്കാനായിട്ട് ജോലിക്ക് വന്നു. എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് ഈ മരണപ്പെട്ട വ്യക്തി ആളത് കണ്ടപ്പോ ആള് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ സംസ്കരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവരിവിടെ അന്വേഷിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. ക്രിമിറ്റോറിയത്തിൽ 18-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 27-ാം തീയതി എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ആ ഒരു വർഷം ആ ഒരു മാസം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസരത്തില് എനിക്ക് ഒരു എന്നിട്ട് പറയാ ഒരു സപ്പോർട്ട് തന്നത് എന്റെ ജോലിയാണ്. ജോലി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കടം വാങ്ങിച്ചിട്ടാണ് കേട്ടോ കല്യാണം നടത്താനുള്ള മുൻകരുതലുകൾ ചെയ്തത്. എന്റെ മകൻ എന്റെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ട്, ഉമ്മച്ചി ജോലി വിടുമ്പോ ജോലി വിടും. അത് പറയാനുള്ള കാരണം നോർമലായിട്ട് മരണപ്പെടുന്നതായാലും ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുന്നതായാലും സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുന്നതായാലും വരുമ്പോ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ വന്നിട്ട് അവര് ഓളിട്ട കരയണത്. അത്രയും അവസ്ഥയിൽ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോ നമ്മൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസരമുണ്ട്. പക്ഷെ കാണുമ്പോൾ ഇത്തിരി റെസ്പെക്ട് ഉണ്ട്. ക്രിമിറ്റോറിയത്തില് മുക്തിസ്ഥാനിലെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, അതിരിങ്ങാലം കൂടെ ഇത്തടെടുത്ത് കൊണ്ടുപോയാൽ മതി, അടിപൊളിയായിട്ട് അവര് കൈകാര്യം ചെയ്ത് തരും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ടാണ് എന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ മതിട്ടാ. എന്തുകൊണ്ടാന്ന് വെച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്റെ അടുത്ത് ഒരു ചേട്ടനത് പറഞ്ഞപ്പോ എന്തിട്ടാണ് ചേട്ടാ അത് അങ്ങനെ പറയണേന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ പേര് സുബീന എന്നാണ്. ഞാൻ ഇരിങ്ങാലക്കുട SMBS സമാജത്തിന്റെ കീഴിലുള്ള മുക്തിസ്ഥാൻ ക്രിമിറ്റോറിയത്തിന്റെ ഓപ്പറേറ്റർ ആണ്. ഞാൻ 8 വർഷക്കാലമായി ക്രിമിറ്റോറിയത്തിൽ ജോലി ചെയ്തു വരുന്നു. ഈ കാലയളവിൽ ഞാൻ 7000-ത്തിനടുത്തോളം ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ക്രിമിറ്റോറിയത്തിൽ ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് വരുന്നത്. എന്റെ പ്രാരാബ്ദം കൊണ്ട് ഞങ്ങൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരിച്ചവരെ സംസ്കരിക്കാനായിട്ട് ജോലിക്ക് വന്നു. ക്രിമിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ അവിടെ അസ്ഥി മാറ്റി പിന്നെ അവിടെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി ഒന്ന് തുടച്ചിട്ട് ആദ്യം ചെയ്യുന്നത് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. വിളക്ക് അത് രാവിലെ മുതൽ അത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ അത് കത്തിച്ച് വെക്കാറുണ്ട്. അത് തുടങ്ങിയ സമയം മുതൽ ഇതുവരെ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ 9:30 തൊട്ടാണ് ബോഡി എടുക്കുന്ന സമയം. 9:30 തൊട്ട് ബോഡി വന്നു കഴിഞ്ഞാൽ പിന്നെ ബോഡി വെക്കണം, സംസ്കരിക്കുക, അതുപോലെ തന്നെ അസ്ഥി മാറ്റുക. പിന്നെ അടുത്ത ബോഡി വരുമ്പോൾ അതിന്റെ പ്രൊസീജിയർ, അത് ഇതൊക്കെ വാങ്ങിക്കുക, ഡോക്യുമെന്റ് വാങ്ങിക്കുക, ബോഡി വെക്കുക, അതുപോലെ തന്നെ അതന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതങ്ങനെ പോകും. എനിക്ക് ഒരു ബോഡി ഇപ്പൊ കൊണ്ടുവന്നാൽ പോലും എനിക്ക് എടുത്തിട്ട് റോഡിലേക്ക് കിടത്താനായിട്ട് എനിക്ക് അറപ്പോ വെറുപ്പോ ഒന്നുമില്ല. അതിപ്പോ 2 ദിവസത്തെ ബോഡി ആയാലും 3 ദിവസത്തെ ബോഡി ആയാലും ഞാനെടുത്ത് ആരും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ അതിൽ എടുത്ത് കിടത്താൻ ഞാൻ തയ്യാറുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ എങ്ങനെയാവും അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല. ഇന്നിപ്പോ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും നമുക്ക് ആൾക്കാരുണ്ട്, അടുത്ത് നിന്ന് സംസാരിക്കാനായിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മൃതദേഹം അങ്ങനത്തെ ഒരു ജീർണാവസ്ഥയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അടുത്ത് പോലും ആരും നിൽക്കില്ല. അത്രയും അറപ്പോടെയും വെറുപ്പോടെയും 2-3 ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ടിട്ടായിരിക്കും ആൾക്കാർ നിൽക്കുക. അപ്പൊ ഒരവസ്ഥയിൽ ആരെങ്കിലും ഒക്കെ എന്റെ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരികയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നത്. ക്രിമിറ്റോറിയത്തിൽ ജോലിക്ക് വന്ന സമയത്ത് ആൾക്കാർ സമൂഹത്തിൽ നിന്നുണ്ടാ അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് കാണിക്കാനാണ് ഒരു പെണ്ണ് ചെയ്ത് ക്രിമിറ്റോറിയത്തിൽ ചെന്നിട്ട് ബോഡി സംസ്കരിക്കുകയോ, അങ്ങനെ ഒരു കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ അത്രയും ഷൈയായിരുന്നു, ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരാളായിരുന്നു. അയാളായ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കളിയാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആൾക്കാരുടെ നിലപാടുകളൊക്കെ മാറിയിട്ടുണ്ട്. കാണുമ്പോൾ ഇത്തിരി റെസ്പെക്ട് ഉണ്ട്. ക്രിമിറ്റോറിയത്തിലെ മുക്തിസ്ഥാനിലെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, അതിരിങ്ങാലം കൂടെ ഇത്തടെടുത്ത് കൊണ്ടുപോയാൽ മതി, അടിപൊളിയായിട്ട് അവര് കൈകാര്യം ചെയ്ത് തരും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ടാണ് എന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ മതിട്ടാ. എന്തുകൊണ്ടാന്ന് വെച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്റെ അടുത്ത് ഒരു ചേട്ടനത് പറഞ്ഞപ്പോ എന്തിട്ടാണ് ചേട്ടാ അത് അങ്ങനെ പറയണേന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്, മദ്യപിക്കാത്ത ഒരാൾ എന്നെ സംസ്കരിക്കുമല്ലോ എന്താണ് പറഞ്ഞത്. സാധാരണ ഈ സംസ്കാരം നടക്കുന്നവർക്ക് പുരുഷന്മാരാണ്. പുരുഷന്മാർ എന്തായാലും കഴിക്കാതെ ഈ ജോലി ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്കറിയില്ല കേട്ടാ, ഞാനത് ആക്ഷേപിച്ച് പറയല്ല, മൊത്തത്തില് പറയണത്. അപ്പൊ അവിടെ ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് എന്തായാലും ഒരു മദ്യപിക്കാത്ത ഒരാളാണ് എന്നെ സംസ്കരിക്കും എന്നുള്ള രീതിയിൽ എന്നെ അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ചേട്ടൻ. അപ്പൊ അതില് വളരെ സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റില്
സംസാരിച്ചത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പറവൂരിൽ നിന്ന് ഒരു ബോഡി വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചു, ഇലക്ട്രിക് ആണോ ഗ്യാസ് ആണോ എന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഗ്യാസ് ക്രിമിറ്റോറിയം ആണ്, കറണ്ട് ഉണ്ടെങ്കിൽ അത് വർക്ക് ആവുള്ളൂ എന്ന് അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അവന്റെ അടുത്ത് ഇവിടെ എത്തിയപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പറവൂരിന്ന് എറണാകുളം ജില്ലയെന്ന് ഞങ്ങളുടെ കൊടുങ്ങല്ലൂര് ക്രിമിറ്റോറിയം ഉണ്ട്, പറവൂര് ക്രിമിറ്റോറിയം ഉണ്ട്, അവിടെ നിന്ന് ഇത്രയും താണ്ടി ഇരിങ്ങാലക്കുട വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് ഈ മരണപ്പെട്ട വ്യക്തി. ആളത് കണ്ടപ്പോ ആള് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനം സംസ്കരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവരിവിടെ അന്വേഷിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത് സംസ്കരിക്കാനായിട്ട്. അപ്പൊ അത്രയും ഒരു ഇതിൽ വരുന്നുണ്ടെങ്കിൽ നമ്മള് അത്രയും അറിഞ്ഞത് കൊണ്ടല്ലേ, നമ്മൾ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത് കൊണ്ടല്ലേ അവര് അവിടെ നിന്ന് വരെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അതാലോചിക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട്, അതിലൊരു സങ്കടവും ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ജോലി വേണം എന്നുള്ളൊരവസ്ഥയിലാണ് ക്രിമിറ്റോറിയത്തിൽ എനിക്ക് ജോലി കിട്ടുന്നത്. അവിടെ നിന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്റെ വീടിനെ അത്യാവശ്യം നല്ല രീതിയിൽ സേഫ് ആക്കാൻ പറ്റി. ക്രിമിറ്റോറിയത്തിൽ 18-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 27-ാം തീയതി എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ആ ഒരു വർഷം, ആ ഒരു മാസം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസരത്തില് എനിക്ക് ഒരു എന്നിട്ട് പറയാ ഒരു സപ്പോർട്ട് തന്നത് എന്റെ ജോലിയാണ്. ജോലി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കടം വാങ്ങിച്ചിട്ടാണ് കേട്ടോ കല്യാണം നടത്താനുള്ള മുൻകരുതലുകൾ ചെയ്തത്. ജോലി ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. പിന്നെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പേഴ്സണലി എനിക്കൊരു വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വണ്ടി വാങ്ങിച്ചു. എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എനിക്ക് ചെലവാക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റി. അതിലേറ്റവും ഉപരി ഞാൻ ഇത്രയും ബോൾഡ് അല്ലാത്ത ഒരാളായിരുന്ന എന്നെ ഇത്രയും ബോൾഡാക്കി മാറ്റിയത് ക്രിമിറ്റോറിയത്തിൽ ഈ ഒരു ജോലി തന്നെയാണ്. അത് ഞാൻ എവിടെയും ഞാൻ പറയും. എന്റെ മകൻ എൻ്റെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ട്, ഉമ്മച്ചി ജോലി വിടും. അത് പറയാനുള്ള കാരണം എന്തിട്ടെന്ന് വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോ ചിലപ്പോ എന്തെങ്കിലും ടയേർഡായിട്ട് ഞാൻ കിടക്കുന്നതാണെന്ന് എന്തുമ്മാന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് മോന്. ഞാൻ പറയും ഒന്നുമില്ലടാ ക്ഷീണമാണ് എന്ന് പറയുമ്പോ പറയും ഉമ്മച്ചി ജോലി നിർത്തുമ്മ എന്ന് പറയും. അങ്ങനെ പറയൂ. അപ്പൊ ഞാൻ പറയാറുണ്ട്, എടാ ഇതല്ലേ നമ്മൾ ഇത്രയും നാളും നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയത്, ജോലിയുടെ പ്രശ്നമല്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സമാധാനപ്പെടുത്താറുണ്ട്. അവനിക്ക് അങ്ങനെ വലിയ ജോലിയിൽ ഇഷ്ടക്കേടൊന്നുമില്ല. അവനിക്കും അത്യാവശ്യം അഭിമാനം തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് അവൻ ഇങ്ങോട്ട് ക്രിമിറ്റോറിയത്തിലേക്ക് വരാറുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ കാണാനായിട്ട് വരാറുണ്ട്. അവനും ഈ കത്തണതൊക്കെ നിന്ന് കണ്ടിട്ടുണ്ട്. അവനും അങ്ങനത്തെ പേടിയൊന്നുമില്ല. കണ്ടോട്ടെ, ഇതൊക്കെ എന്താ പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഏതൊക്കെ അവസ്ഥകള് നമ്മൾ ഫേസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ഒരു അവസരം എപ്പോഴെങ്കിലും അവനക്ക് ഒരു ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടണിയോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവൻ നിന്നോളൂ. നോർമലായിട്ട് മരണപ്പെടുന്നതായാലും ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുന്നതായാലും സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുന്നതായാലും വരുമ്പോ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ വന്നിട്ട് അവര് ഓളിട്ടൊക്കെ അറിയണത് അത്രയും അവസ്ഥയിൽ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോ നമ്മൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസരമുണ്ട്. പക്ഷെ ഞാൻ കരയാറില്ല. നമ്മള് ജോലി അതാണ്, നമ്മുടെ ഡ്യൂട്ടി അതാണ്, നമ്മളത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ധൈര്യത്തിൽ തന്നെ നിൽക്കാറാണ് പതിവ്.